ഇപ്പോൾ ഇത്തരമൊരു ബില്ല് കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തെ തകർക്കാൻ ആരും കൂട്ടുനിൽക്കരുത്. കേരളത്തിന്റെ MPസിന്റെ വഖഫ് അമെൻമെന്റ് ബില്ലിന് പിന്തുണ കൊടുക്കാനൊരു റിക്വസ്റ്റും അതിനും ഞാൻ അദ്ദേഹത്തിനെ താങ്ക് ചെയ്തു. നമസ്കാരം. മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിൽ പരിഹാരമാണ് വേണ്ടതെന്ന് ഈ നാട് മുഴുവൻ ആവർത്തിക്കുന്നു. അതിലിടതും വലതും ഒറ്റക്കെട്ട് തന്നെയാണ്. പക്ഷേ നാളെ സഭയിലെത്തുന്ന വഖഫ് ഭേദഗതി ബിൽ പരിഹാരമാണോ അതോ വർഗീയ ധ്രുവീകരണമാണോ നടത്തുക എന്നതിൽ LDFും UDFും ഒരു തട്ടിലും BJP മറുതട്ടിലുമാണ്. നിയമ ഭേദഗതിയെ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ MPമാർ മതേതര തലമുറകളോട് കണക്ക് പറയേണ്ടി വരുമെന്ന് കത്തോലിക്ക സഭയുടെ മുഖപത്രം കൂടി മുന്നറിയിപ്പ് നൽകിയതോടെ പച്ചവെള്ളത്തിന് പോലും തീ പിടിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിൽ വഖഫ് ഭേദഗതി ബിൽ. വർഗീയത ആളിക്കത്തിച്ച് മുതലെടുപ്പ് നടത്താനുള്ള സംഘപരിവാർ ശക്തികൾക്ക് തലവെക്കരുതെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന കോൺഗ്രസ് സഭയുടെ സമ്മർദ്ദത്തെ അതിജീവിച്ച് പാർലമെന്റിൽ എന്ത് നിലപാടെടുക്കും? പാർട്ടി കോൺഗ്രസ് കാരണം സഭയിലെത്തില്ലെന്ന നിലപാട് മാറ്റിവെച്ച് പ്രതിപക്ഷ നിരയിലുണ്ടാകുമെന്ന് CPMഉം ഒരു പ്രതികരണവും തൽക്കാലം ആളിക്കത്തിക്കേണ്ട എന്ന് മുസ്ലിം ലീഗും തീരുമാനമെടുത്തിരിക്കുന്നു. കേരളത്തിലെ സാമുദായിക ഐക്യത്തിന് മുകളിൽ വെക്കുന്ന വാളാകുമോ വഖഫ് ബിൽ? മുനമ്പത്തെ കണ്ണുനീർ പരിഹരിക്കാതെ ഈ ബിൽ പൂർണ്ണമായും എങ്ങനെ തള്ളിക്കളയും? മുതലെടുപ്പിന് തലവെക്കാതെ ഈ നാട് ഇതെങ്ങനെ പരിഹരിക്കും? സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു പാനലിൽ CPM നേതാവ് A സമ്പത്ത്, കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി, BJP നേതാവ് പ്രിൻറ്റു മഹാദേവ്, ഒപ്പം കേരള ലാറ്റിൻ കത്തോലിക്ക അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ. 5 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ റോണി കെ ബേബി, വിഷയം പ്രശ്നത്തിലെത്തിക്കാതെ വഷളാക്കാതെ രമ്യമായ ഒരു പരിഹാരത്തിനാണ് UDF കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു നിങ്ങൾ. പക്ഷേ അതൊന്നും സഭകളും വിശ്വസിച്ചില്ല, കത്തോലിക്ക സംഘടനകളും വിശ്വസിച്ചില്ല. അതല്ലേ ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചത്? ഏത് തരത്തിൽ നാളെ ഈ ഭേദഗതി ബില്ല് വരുമ്പോൾ രണ്ട് വശത്തു നിന്നും പാർട്ടി സമ്മർദ്ദത്തിലാണ്. ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും? കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയം വഖഫ് ഭേദഗതി ബില്ലോ അല്ലെങ്കിൽ നിയമമോ ഒന്നുമല്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മുനമ്പമാണ്. ആ മുനമ്പം വിഷയത്തിലെ ആ ജനങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അവരുടെ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി നടക്കുന്ന പോരാട്ടം. അപ്പോൾ ആ മുനമ്പം വിഷയത്തിന്റെ മറവിൽ ഇവിടെ വഖഫ് ഭേദഗതി ബില്ല് ഇവിടെ കേരളത്തിൽ ചർച്ചയാക്കിക്കൊണ്ട് ഇവിടെ ചില സ്ഥാപിത താല്പര്യക്കാർ അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്ത് ഒരു പ്രദേശത്തും ഒരു സംസ്ഥാനത്തും ഈ വഖഫോ അല്ലെങ്കിൽ വഖഫ് ഭേദഗതി നിയമമോ ബില്ലോ ഒന്നും യാതൊരു ചർച്ചയുമില്ല. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മഹാരാഷ്ട്ര ഭരിച്ച BJPയുടെ പിന്തുണ ഉണ്ടായിരുന്ന ശിവസേനയുടെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ സർക്കാർ അവര് 2024 ജൂൺ മാസത്തിൽ 150 കോടി രൂപയാണ് മഹാരാഷ്ട്രയിലെ വഖഫ് ബോർഡിന് നൽകിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ലാൻഡ് റെക്കോർഡ്സ് ഡിജിറ്റലൈസ് ചെയ്തതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായി തന്നെ കേരളത്തില് സംഘപരിവാറിന് ഒരു ഇടം ഇവിടെ ലഭിക്കണം. ഞാനൊരു കൃത്യമായി ഒരു കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് ഒരു ചോദ്യം ചോദിച്ചു മാധ്യമ പ്രവർത്തകര്. ഈ വഖഫ് ഭേദഗതി നിയമം പാസ്സായാൽ ഈ മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയുമോ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്, ബിൽ നിയമമാക്കിയാലും മുനമ്പം വിഷയം എന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഇവിടെ ഞങ്ങളുടെ നിലപാട് ആദ്യം മുതൽ ഞങ്ങളെടുത്ത നിലപാട് എന്ന് പറയുന്നത് ഈ വഖഫ് ഭേദഗതി നിയമവും മുനമ്പം വിഷയവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ നമ്മളിന്ന് ഇവിടെ കോട്ട് ചെയ്ത് സംസാരിച്ച ദീപിയുടെ മുഖപ്രസംഗം ഞാനത് വായിച്ചിട്ടാണ് വരുന്നത്. ആ മുഖപ്രസംഗത്തിൽ അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത് മുഴുവൻ മുനമ്പം വിഷയം പരിഹരിക്കണം, മുനമ്പം വിഷയം പരിഹരിക്കാനുള്ള സാധ്യമായ എല്ലാ മാർഗവും സ്വീകരിക്കണം. അവിടെയാണ് ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ UDFന്റെ നേതാക്കൾ ഞങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ LDF സർക്കാർ ഒരു 10 മിനിറ്റ് വിചാരിച്ചാൽ ഈ വിഷയം പരിഹരിക്കുവാനായിട്ട് കഴിയും. പക്ഷെ ഇത് വളരെയധികം വലിച്ചു നീട്ടി ഒരുപാട് ഫാൾസ് പ്രൊപ്പഗാൻഡയ്ക്ക് അല്ലെങ്കിൽ ഇവിടെ വളരെ കൃത്യമായി തന്നെ ബോധപൂർവമായിട്ടുള്ള ഒരു ചേരിതിരിവിന് വേണ്ടി സംഘടിതമായിട്ടുള്ള ഒരു ഉപകരണമായി ഈ വഖഫ് നിയമത്തെ ഇവിടെ ഉപയോഗിക്കുക. ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇവിടെ വഖഫ്
ബോർഡ് എന്ന് പറയുന്നത് മതകോടതികളാണ്. ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു നരേറ്റീവ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് അത് എന്ന് പറയുന്നത് മതകോടതികളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നമുക്ക് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റാണ്. ഇപ്പോൾ കേരളത്തിലെ വഖഫ് ബോർഡ് ആണെങ്കിൽ അത് ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ആ വഖഫ് ബോർഡിന്റെ ഭാഗമാണ് വഖഫ് ട്രൈബ്യൂണൽ. അതിനു മുൻപായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് UDFന്റെ ഗവൺമെന്റിന്റെ ആയിരുന്നു വഖഫ് ബോർഡ്. അത് അന്നത്തെ UDF സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇനി ഇവിടെ രണ്ടാമത് പറയുന്നു വഖഫ് ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ ഒരിക്കലും മുകളില് യാതൊരു കോടതിയിലും അപ്പീൽ പോകാൻ കഴിയില്ല. ഇവിടെ നമുക്കറിയാം ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ആർട്ടിക്കിൾ 32 is the heart and soul of the Indian Constitution. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആർട്ടിക്കിൾ 32. എന്താണ് ആർട്ടിക്കിൾ 32? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും. ശ്രീ റോണി കെ ബേബി, ഇതൊക്കെ ശരിയാകാം, പക്ഷേ ഇതൊക്കെ ഇനി കത്തോലിക്ക സഭയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള സമയമില്ലല്ലോ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ മതേതര തലമുറയോട് ഉത്തരം പറയേണ്ടി വരുമെന്ന് KCBC പറയുന്നു, CBCI പറയുന്നു, ദീപിക പറയുന്നു, കാഞ്ഞിരപ്പള്ളി രൂപത ജാഗ്രതാ സമിതി വരെ പറയുന്നു, പറയാത്തവരിൽ. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പിന്റെ ഭാഷ തന്നെയാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെ ഒരു വാള് തലയുടെ മുകളിലുണ്ടെങ്കിൽ നേരെ വന്ന് വീഴുന്നത് കോൺഗ്രസിന്റെ തലയിലാണ്. ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും? നാളെ ഇതാ രാവിലെ കേരളത്തിലെ MP-മാരുടെ യോഗം രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ നടക്കുന്നുണ്ടെന്നറിയുന്നു. ഈ KCBCയുടെ നിലപാടടക്കം, KCBCയുടെ നിലപാട് ഒരു വശത്ത്, ലീഗിന്റെ നിലപാട് മറ്റൊരു വശത്ത്, മുനമ്പം മറുവശത്ത്. കോൺഗ്രസ് ഇത് ഏത് തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും? നാഷണൽ കോൺഗ്രസിന് ഞാൻ ഈ ന്യൂസ് 18 പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ കൃത്യമായി തന്നെ പറയുകയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതിനകത്ത് വളരെ കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഇതാണ്: ഒരു നിയമവും തല്ലെ കൊത്തിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലും മാറാൻ സാധിക്കാത്ത രീതിയിൽ കൊത്തിവെച്ചിരിക്കുന്ന നിയമങ്ങളല്ല. നിയമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകണം, കാലോചിതമായ പരിഷ്കാരങ്ങൾ ഉണ്ടാവണം. പക്ഷേ ഇവിടെ എന്താണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്? ഇവിടെ JPC ഞങ്ങൾ ശക്തമായി പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. JPC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ JPCയിൽ നടന്ന നാടകങ്ങൾ മുഴുവൻ ഈ രാജ്യം മുഴുവൻ കണ്ടു. പ്രതിപക്ഷത്തിന് ഒരു ഭേദഗതി പോലും മുന്നോട്ട് വയ്ക്കുവാനുള്ള ഒരു അവകാശമോ അവസരമോ JPC നൽകിയില്ല. പ്രതിപക്ഷം കൊണ്ടുവന്ന ഡസൻ കണക്കിന് അമെന്റ്മെന്റുകൾ, ഭേദഗതികൾ ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തെ പ്രതികരിക്കുന്നവരാണ്. 237 MP-മാർ പാർലമെന്റിലുണ്ട്. അത് ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗമാണ്. അവരും ഈ രാജ്യത്തെ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അപ്പോൾ ആ 237 MP-മാരെ പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ MP-മാർ, ഇന്ത്യ മുന്നണിയുടെ MP-മാർ ആ JPC യോഗത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് പോലും, ഒരു ഭേദഗതി പോലും ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല, JPC അത് അതിന്റെ ഭാഗമാക്കുവാൻ പോലും സമ്മതിച്ചില്ല. ഇന്ത്യയിൽ ഇന്നേ വരെ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ 75 വർഷത്തെ പാർലമെന്ററി ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഭേദഗതികളാണെങ്കിൽ അത് ഭേദഗതി ഉൾപ്പെട്ടില്ലെങ്കിൽ പോലും അത് ആ റിപ്പോർട്ടിന്റെ ഭാഗമാക്കും. ശ്രീ റോണി കെ ബേബി, അതായത് ഇത് ക്ലിയർ ആവാത്തത് ഈ ഭേദഗതികൾ കണ്ട ശേഷം പ്രതിഷേധിക്കുമെന്നാണോ, ഇതിൽ മയപ്പെടുത്തുമെന്നാണോ, KCBC പറയുന്നത് കേൾക്കുമെന്നാണോ, കത്തോലിക്ക സഭയുടെ നിലപാടിന് വഴങ്ങുമെന്നാണോ, അതോ ലീഗ് പറയുന്നത് പോലെ മുന്നോട്ട് പോകുമെന്നാണോ? ഇതെന്താണ്? ഈ നിലപാടിൽ വ്യക്തതയുണ്ടോ കോൺഗ്രസിന്? നാഷണൽ കോൺഗ്രസ് അത് എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗ് ഘടകകക്ഷിയായിട്ടുള്ള ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി ലീഗിന്റെ അഭിപ്രായങ്ങളല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞങ്ങൾക്ക് ആ നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഇത് വളരെ കൃത്യമായി തന്നെ ഇത് സംഘപരിവാറിന്റെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന ഓരോ നിയമനിർമ്മാണങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഇവരുടെ സതുദ്ദേശമൊന്നുമല്ല, ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമൊന്നും വളരെ വ്യക്തമാണ്. കാരണം എന്താ, അവർക്കിപ്പോൾ ഭരണഘടന അട്ടിമറിക്കുവാനായിട്ട് കഴിയില്ല. പക്ഷെ എന്താ, ഭരണഘടനയെ തുരങ്കം ഭരണഘടനയുടെ ഓരോരോ പില്ലറുകൾ, ഭരണഘടനയുടെ ഓരോരോ സ്തൂപങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇവിടെ അവർ അട്ടിമറിക്കുക. ശരി, എനിക്ക് മനസ്സിലായി. അതായത് KCBC പറയുന്ന പോലെ ഞങ്ങൾ ഉറ്റുനോക്കുകയാണ് എന്താണ് കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാട്. ആദ്യം കോൺഗ്രസ് തീരുമാനിക്കണം ആ നിലപാട് എന്തായിരിക്കണം എന്നുള്ളത്. അത് ഒരു പക്ഷേ നാളെ രാവിലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിലാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അതിനുശേഷമേ വ്യക്തമാകുകയുള്ളൂ. ഒരു പക്ഷേ ശ്രീ റോണി കെ ബേബി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരും അത് തന്നെയായിരിക്കും ഉറ്റുനോക്കേണ്ടത്. ഞാൻ തിരികെത്താം. CPM നേതാവ് ശ്രീ A സമ്പത്ത് നമുക്കൊപ്പം. ശ്രീ A സമ്പത്ത്, ഈ പ്രശ്നം, മുനമ്പം പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ സംഘപരിവാർ കക്ഷികൾക്ക് മുതലെടുപ്പിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു CPM-ഉം ഇടത് സർക്കാരും. ഇതാണ് കോൺഗ്രസും UDF-ഉം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും അത് ആവർത്തിച്ചിരിക്കുന്നു. അതല്ലേ നടക്കുന്നത്? അതിനിടയിൽ ഇനിയിപ്പോൾ പാർട്ടി കോൺഗ്രസിൽ നിന്നും അവധിയെടുത്ത് പാർലമെന്റിലെത്തി ഇതിനൊപ്പം നിന്ന് പ്രതിഷേധിച്ചിട്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? അമെൻമെന്റ് ബിൽ 2024 ലോക്സഭയിൽ അവതരിപ്പിച്ച വേളയിൽ തന്നെ ലോക്സഭയിലെ
CPIM ഗ്രൂപ്പിന്റെ നേതാവ് ശ്രീ കെ രാധാകൃഷ്ണൻ ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടത് വളരെ കുറച്ച് സമയമാണെങ്കിൽ പോലും അദ്ദേഹം ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത, ഭരണഘടനാ സാധുതയില്ലാത്ത ഈ ബില്ലിനെ സംബന്ധിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞങ്ങൾക്കാകെ 4 MP-മാരാണ് ലോക്സഭയിലുള്ളത്. ശ്രീ കെ രാധാകൃഷ്ണനും ശ്രീ അമ്രാറാമും ശ്രീ എസ് വെങ്കടേശനും ശ്രീ ആർ സച്ചിദാനന്ദൻ, രണ്ടുപേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, ഒരാൾ രാജസ്ഥാനിൽ നിന്നും ഒരാൾ കേരളത്തിൽ. CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുന്നതിൽ നിന്ന് ആ MP-മാര് സുമനസാലെ അവധിയെടുത്തിട്ട് പോവുകയാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ MP-മാർ അവർ MLA-മാരായിരുന്നാലും ഏത് ജനപ്രതിനിധികളായിരുന്നാലും അവർ പാർട്ടിയുടെ അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ, അതിന്റെ വിപ്പ് ഇതെല്ലാം പാലിക്കാൻ ബാധ്യസ്ഥ. ഞങ്ങൾ പാർലമെന്ററി പ്രവർത്തനത്തിനെ കാണുന്നത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പാർട്ടി പ്രവർത്തനത്തിന്, പാർട്ടി സംഘടനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് പാർലമെന്ററി പ്രവർത്തനത്തിന് കാണുന്നത്. ആദ്യമേ പറഞ്ഞത് മറ്റു പാർട്ടികളുമായി ഞങ്ങൾ ഇക്കാര്യത്തിൽ വ്യത്യസ്തത. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം എന്ന് അപർണ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് വിശേഷിപ്പിക്കാവുന്നതായിട്ടുള്ള പാർട്ടി കോൺഗ്രസ്, പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ തന്നെ ഈ 4 അംഗങ്ങൾ, ലോക്സഭാംഗങ്ങൾ നിർബന്ധമായും ലോക്സഭയിൽ ഹാജരായി നാളെ ഈ ബില്ല് വരുമ്പോൾ അതിനെ എതിർക്കാൻ, ഇതിന്റെ അവതരണ വേളയിൽ തന്നെ ശ്രീ രാധാകൃഷ്ണൻ എതിർത്തതാണ്. ഞാൻ ആ കാര്യം പറഞ്ഞാണ്, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ എതിർത്ത് വോട്ട് ചെയ്യുമെന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ തന്നെ നേതൃയോഗം ഡൽഹിയിൽ ചേരുകയും ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും BJP-യുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടി മനുഷ്യ മനസ്സുകളിൽ വല്ലാത്ത വർഗീയതയുടെ വേലിക്കെട്ടുകൾ, വിഷമുള്ളുകൾ, അത്തരത്തിൽ വേലികൾ തീർക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതായിട്ടുള്ള വിവിധ നിയമനിർമ്മാണങ്ങളിൽ ഒന്നായി ഇതിനെ കണ്ടുകൊണ്ട് തന്നെ ഇതിനെ ശക്തിയായി എതിർക്കാനും ഇതിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കാനും ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത എന്നുള്ളത്, ഇതിന്റെ ജനവിരുദ്ധത എന്നുള്ളത്, ഇന്ത്യയുടെ ഭരണഘടന വിവക്ഷിക്കുന്ന മതനിരപേക്ഷക്കെതിരായിട്ടുള്ളതാണ് ഇത് എന്നത് തുറന്നു കാണിക്കുകയായിരുന്നു. ഇത് എങ്ങനെയെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലെ അനുച്ഛേദം 14-ന് വിരുദ്ധമാണ്. അനുച്ഛേദം 15-ന്, ആർട്ടിക്കിൾ 14-നും 15-നും വിരുദ്ധമാണിത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3-ൽ വിശേഷിപ്പിക്കപ്പെടുന്ന അനുച്ഛേദം 25-നും ആർട്ടിക്കിൾ 26-ന് ഇക്കാര്യത്തിൽ അനുച്ഛേദം 25-നും 26-നും വിരുദ്ധമാണ്. വളരെ ദുഷ്ടലാക്കോടുകൂടിയാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി മുമ്പാകെ വരുമ്പോഴും ഇക്കാര്യത്തിൽ അതിലെ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട അംഗങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അതിന് മറുപടി പറയാനോ അതിന് പരിഹാരം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്ക് പരിഹാരം തേടാനോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും, ഇപ്പോൾ പാർലമെന്റേറിയന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ടേക്കിംഗ് എവിഡൻസ് ആൻഡ് ഒപ്പീനിയൻസ് ഫ്രം ദ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. അത്തരത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിനാണ് നിർദ്ദേശങ്ങൾ ഇവിടെ വന്നത്. ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് ഇതെല്ലാം വെട്ടി അങ്ങ് തള്ളുകയാണ് എന്നുള്ള നിലയിലേക്ക് വരികയാണ്. ഇവിടെ ഇത് അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. ഇത് ഈ രാജ്യത്ത് ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളും ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ് അടക്കം BJP-യുടെയും BJP-യെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന RSS സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ള ഒരു കാലത്ത് എല്ലാം ഇത്തരത്തിൽ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനും ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്നതിനും അവര് ഒരു ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞാൽ, ഒറ്റ സെക്കൻഡ് കൊണ്ട് പറഞ്ഞാൽ, ഇവിടെ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് ഇതിന് ചേരുന്നത്. ഭരണഘടനയുടേതായ വിവിധ വകുപ്പുകളെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പുതിയ ചില നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നും ഞങ്ങൾ പുതിയ വഴികളും വാതായനങ്ങളും വെട്ടിത്തുറക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് വഖഫ് ബോർഡ് എന്നുള്ളതും ആ വഖഫ് നിയമം എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇത് പൂർണ്ണമായി അട്ടിമറിക്കുകയാണ്. ഇവിടെ മുനമ്പം വിഷയവും ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് അവിടുത്തെ ഭൂമി, അത്തരത്തിൽ അവിടുത്തെ കിടപ്പാടം അവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെടാതെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമപരമായ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അത് നിയമപരമായ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഞാൻ തൊഴിൽ കൊണ്ട് അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് പറയാം, ഒരു ചാനൽ ചർച്ചയിൽ തീർക്കാൻ കഴിയുന്നതോ പെട്ടെന്ന് ഒരു നിയമനിർമ്മാണം കൊണ്ട് മാത്രം അക്കാര്യത്തിൽ പരിഹാരം. പക്ഷേ ശ്രീ എ സബത്ത് ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം ആ റെഫറൻസ് ഇതിന് ചേരുന്നതല്ല എന്നുള്ള വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായതാണ്. എന്നിട്ടും ഇത് നീട്ടി കൊണ്ടുപോകുമ്പോൾ ഇത് കോൺഗ്രസിന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെ നിൽക്കുന്നു. KCBC-യുടെ നിലപാട് ഒരു വശത്ത് നിൽക്കുന്നു. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രതിപക്ഷമായി വേണ്ടത് കോൺഗ്രസിനെ അല്ല, പകരം BJP
തെറ്റാണ് എന്നുള്ളൊരു നിലയിലേക്കാണോ എത്തിക്കുക? ഇതേത് തരത്തിലുള്ള പ്രതികരണമാണ്? സഭയൊക്കെ കോൺഗ്രസിനെ പരിപൂർണമായിട്ട് കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ ഇടതുപക്ഷത്തിന് ഗുണമാകും? അല്ല, ഞങ്ങളിപ്പോ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നുള്ളത് കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ള മുദ്രാവാക്യങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുകയോ ജനങ്ങൾക്കിടയിലേക്ക് ഒരു അത്തരം കാര്യങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ അതിന്റെ പരാജയമായോ ഒരിക്കലും കാണേണ്ടതായിട്ടില്ല. അറിയാലോ, സുപ്രീം കോടതിയിൽ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കേസ്, ആ കേസ് കൊടുത്തതായിട്ടുള്ളത് അവസാനം വരെ പൊടിയതായിട്ടുള്ള ഏക രാഷ്ട്രീയ കക്ഷി എന്നുള്ളത് CPIM ആണ്. നമ്മൾ എന്നും ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ അറിയേണ്ടത് മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ടുണ്ടായത് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള കേസ്, അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് AKG ആണ് ആദ്യമായി എത്തുന്നത്. ആ കേസിൽ സുപ്രീം കോടതി ഭൂരിപക്ഷ വിധി അനുസരിച്ച് AK ഗോപാലൻ എതിരായിട്ടാണ് പറഞ്ഞതെങ്കിലും പിന്നീട് മനേക ഗാന്ധിയുടെ കേസ് 4 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും അതേ സുപ്രീം കോടതി തന്നെ പണ്ടുണ്ടായ തങ്ങൾക്ക് പറ്റിപ്പോയ ഒരു പിശക് തിരുത്തിക്കൊണ്ട് പറയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ മൗലികാവകാശങ്ങൾ അത്രമാത്രം ദൂരീകരിക്കുന്നു. ബിൽക്കിസ് ബാനു കേസിൽ അറിയാമല്ലോ, ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നീണ്ട 14 വർഷക്കാലം ആ അമ്മയ്ക്ക്, ആ വനിതയ്ക്ക്, ഇന്ത്യൻ പൗരന് കൂട്ടബലാത്സംഗത്തിന് വിധേയമായ ആ സ്ത്രീ ബിൽക്കിസ് ബാനു എന്ന സമൂഹത്തിന് മുമ്പിലടക്കം പറയേണ്ടി വന്ന ആ സ്ത്രീക്ക് സഖാവ് സുഭാഷിണി അലി നൽകിയതായ ഒരു പിന്തുണയുണ്ട്. CPIMന്റെ പൊളിറ്റ് ബ്യൂറോ. ഞങ്ങൾ ഇത്തരത്തിൽ എടുത്തിട്ടുള്ളത് ഈ നിരവധി പോരാട്ടങ്ങൾ, അത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അത് നിയമപരമായ പോരാട്ടങ്ങൾ, രാഷ്ട്രീയമായ പോരാട്ടങ്ങൾ ഒക്കെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു. ഏതെങ്കിലും ഇപ്പൊ എല്ലാ പക്ഷേ മുനമ്പം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ശ്രീ എ സമത്ത്, മുനമ്പം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലല്ലാതെ മറ്റൊരു നിലപാടും എടുക്കാൻ കഴിയുകയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് സ്വാഭാവികമായിട്ടും സഭ എത്തിയിരിക്കുന്നു. അതാണല്ലോ വിഷയം. അല്ലല്ല, വഖഫ് നിയമ ഭേദഗതി എന്നുള്ളത് ഇന്ത്യയിൽ BJPയുടെ ഒരു പ്രത്യേക അജണ്ടയുണ്ട്. എന്താണ്? സാരേ മുസൽമാൻ ആപ്കി ദുഷ്മൻ ഹേ, ഈ രാജ്യത്തിലെ എല്ലാ മുസൽമാന്മാരും നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് മറ്റുള്ളവരോട് അത്തരത്തിൽ ഉദ്ഘോഷിക്കുന്നതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞല്ലോ, വേഷം കണ്ടാൽ അറിഞ്ഞുകൂടെ ഭീകരവാദികളെ എന്ന് ചോദിച്ചത്. ഇപ്പോ ഈ വെട്ടിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഈ ചർച്ച നടക്കുന്ന വേളയിലും ഒരു കാര്യം, ബുദ്ധഗയയിൽ എന്താണ് നടക്കുന്നതെന്ന് BJP നേതാക്കളൊന്ന് ആലോചിച്ച് നോക്കണം. ബുദ്ധഗയ എന്നുള്ളത് ശ്രീബുദ്ധന്റെ ഏറ്റവും പരിപാവനമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള 4 കേന്ദ്രങ്ങൾ ലോകത്തിൽ അത്തരത്തിൽ വിഖ്യാതമായിട്ടുള്ളത്. ബുദ്ധഗയയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? എങ്ങനെയാണ് വന്നത്? അവിടെ നിന്ന് അവർ വിട്ടൊഴിയണമെന്ന് ബുദ്ധ സന്യാസിമാർ അവിടെ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല ഭാഗത്തു നിന്നും ബുദ്ധമതാനുയായികളും ബുദ്ധ സന്യാസിമാരും ഒഴുകുകയാണ്. എവിടേക്ക്? ബുദ്ധഗയയിലേക്ക്. ഞങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കപ്പെട്ടത് അല്ലേ? അപ്പോ ഇവിടെ BJP ഇങ്ങനെ ഒരു ഭൂതത്തെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ടത് മറ്റുള്ളവരെല്ലാം ആ ഭൂതം ഗ്രസിച്ചുകൊള്ളും എന്നാണ് വിശ്വസിച്ചിരുന്നത് എങ്കിൽ അവർ വാസ്തവത്തിൽ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. ഈ രാജ്യത്തിന്റെ അടിത്തറയാണ് തകർക്കുന്നത്. അത് തകർക്കുക എന്നുള്ളത് അവരുടെ പരമമായ ലക്ഷ്യമാണ്. ഈ ഭരണഘടനയെ തന്നെ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ പരമമായ ലക്ഷ്യമാണ്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് നടത്തേണ്ടതാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ ലീഗ് എന്നോ കേരള കോൺഗ്രസ് എന്നോ BJP എന്നോ ഒന്നല്ല. ഞാൻ ഈ രാജ്യത്തിലെ ഭരണഘടന, രാജ്യത്തിന്റെ ഭരണഘടനയാണ് നമ്മുടെ അടിസ്ഥാന തത്വം, നമ്മുടെ മൂലഗ്രന്ഥം. അതാണ്. ഞാൻ തിരികെ എത്താം ശ്രീ എ സമത്ത്, ഞാൻ തിരികെ എത്താം. ശ്രീ പ്രിന്റു മഹാദേവ്, മുനമ്പം വിഷയം മറ്റൊരു വിഷയമാണ്, അത് പരിഹരിച്ചേ മതിയാവുള്ളൂ. വഖഫ് ബിൽ എന്ന് പറയുന്നത് അത് അഡ്രസ് ചെയ്യുന്ന വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിന്റെ ജനതയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ട് വലിയൊരു സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസിനെ പോലും തള്ളിയിട്ടുകൊണ്ട് ഒരു സമുദായ ഐക്യം നിങ്ങൾ പച്ചയ്ക്ക് കത്തിക്കുകയാണോ എന്നാണ് കോൺഗ്രസ് നേതാക്കളും ഇടതുപക്ഷവും ഒക്കെ ചോദിക്കുന്നത്. ഇതൊരു വല്ലാത്ത ഒരു കുരുക്കിലേക്ക് കേരളത്തിന്റെ സാഹചര്യത്തെ എത്തിക്കുകയാണ് BJP എന്ന ചോദ്യത്തിനുള്ള മറുപടി. ഒരിക്കലുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രാകൃത കാട്ടാള നിയമം നാളെ പാർലമെന്റിനകത്ത് അതിന് അന്ത്യം കുറിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇതിന്റെ ചർച്ച. നമുക്കറിയാം, വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ടോ ഈ രാജ്യത്തൊരു വിഭജനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ളതല്ല. ഈ രാജ്യത്ത് പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു നീറുന്ന പ്രശ്നം, ആ പ്രശ്നത്തിനകത്ത് സ്വാഭാവികമായി ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരം എന്ന രീതിയിലാണ് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല. ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണം.
ഈ രാജ്യം ഒരു മത സംവിധാനത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് മതനിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ഇതല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന. ആ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനനുസൃതമായിട്ടാണ് ഞങ്ങൾ ഈ ഭരണഘടനാ ഭേദഗതിയെ ബില്ലിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അത് ഈ രാജ്യത്തിന്റെ അകത്തറിയില്ല, ഈ ചെന്നായ്ക്കളെ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഒന്ന്, ഇസ്ലാമിക് സ്റ്റേറ്റിനെ അനുകൂലിക്കുന്ന ഈ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും. രണ്ട്, മതേതരത്വത്തിന്റെ വക്താക്കളായി മാറുന്ന BJPയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും അതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരണം വഖഫ് ഭേദഗതി ബില്ല് അല്ലെങ്കിൽ വഖഫ് ബില്ല് എന്ന് പറയുന്നത്, നോക്കൂ, എന്റെയും നിങ്ങളുടെയും സ്വത്തിനകത്ത് ഒരു മതനിയമത്തിനകത്ത്, ആ മതനിയമത്തിന് നേരത്തെ റോജി സാറ് പറഞ്ഞല്ലോ, ഇതിനകത്ത് എന്താണ് കോൺഗ്രസ് സാർ സത്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം വഖഫ് എന്ന് പറയുന്ന ബില്ലിനെ ഒരു കിരാത നിയമമാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ളവന്റെ സമാധാനത്തിന്റെയും സ്വസ്ഥതയെയും അവന്റെ സമ്പത്തിനെയും ഒരു കൊള്ളയടിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിക്കൊടുത്തത് കോൺഗ്രസ് ആണ്. 1995 വഖഫ് ഭേദഗതി വരുത്തിയിട്ടുള്ള അവിടെ അന്ന് കൂട്ടിച്ചേർത്തിട്ടുള്ള സെക്ഷൻ 40 എന്ന് പറയുന്ന ഒരു വിഷപ്പല്ല്, ആ വിഷപ്പല്ലിനെ നാളെ കൊഴിക്കാൻ പോവുകയാണ്. അങ്ങനെ വിഷപ്പല്ലിനെ കൊഴിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് വർഗീയതയായി മാറുക? മുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്താമെന്നതടക്കം അത്യന്തം സെൻസിറ്റീവ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ ഭേദഗതിയിലില്ലേ? അതൊരു സമുദായത്തെ വ്രണപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ആ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വക്താക്കളാകുകയാണ്. അപർണ, ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇവിടെ ഇതിനകത്ത് തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, മതേതരത്തിന് വിരുദ്ധമാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ ഫാക്ട് സമൂഹം അറിയണമല്ലോ. നമ്മുടെ ഒരു അക്കാദമിക് ചർച്ച ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഉറപ്പുവരുത്തുള്ളൂ. നേരത്തെ സമ്പത്ത് സാറൊക്കെ ഭരണഘടനയുടെ ചില കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തത് കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന പൗരവന്റെ സ്വന്തം സ്വത്ത് സംരക്ഷിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഈ ബില്ല് നിലകൊള്ളുന്നത്. മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള വഖഫ് ഭേദഗതിയുള്ള സെക്ഷൻ 52(4) എന്ന് പറയുന്നതിനെ ഭേദഗതി വരുത്തുന്നു. സെക്ഷൻ 52A എന്ന് പറയുന്ന ഭേദഗതി വരുത്തുന്നു. അങ്ങനെ ഭരണഘടനയുടെ മൂല്യങ്ങളെയും മതേതര മൂല്യങ്ങളെയും പൊതുസമൂഹത്തിന് മുമ്പിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക സാർ? ഒന്ന് നോക്കൂ, ഈ രാജ്യത്ത് ഇപ്പൊ മുനമ്പം നമ്മുടെ മുമ്പിലുണ്ടല്ലോ പറഞ്ഞ എന്താണ്, ഇതുപോലെയുള്ള 4 ലക്ഷത്തോളം കേസുകളാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട വഖഫ് ബോർഡുകൾ ക്ലെയിം ചെയ്യപ്പെട്ടിട്ടുള്ള അവകാശവാദം ഉന്നയിപ്പിച്ചിട്ടുള്ള 4 ലക്ഷത്തോളം കേസുകൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിനകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉത്തർപ്രദേശാണ്, 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പശ്ചിമ ബംഗാളാണ്, 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ്. ഈ കേരളത്തിൽ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുള്ള 53,432 കേസുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഒരു മുനമ്പം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ വഖഫിന്റെ ഈ കരാള ഹസ്തങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്. അതിനെ സമഗ്രമായിട്ട് പഠിച്ചുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം എങ്ങനെയാണ് ഒരു മതത്തിനെതിരാവുക? നോക്കൂ, ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വഖഫുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തർക്കം നമ്മൾ ഇന്ത്യ മാറ്റുക. ഒറ്റ സെക്കൻഡ് ശ്രീ പ്രിന്റു മഹാദേവ്, ശ്രീ എ സമ്പത്ത് കണക്കുകൾ ഉന്നയിച്ചുകൊണ്ട് BJP നേതാവ് പറയുമ്പോഴാണല്ലോ താങ്കൾ അതിൽ ഇടപെടുന്നത്. ഈ കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു മതേതരത്വത്തിന്റെ നടപടിയാണെന്നുള്ള വാദം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും BJPയുടെയും ഭാഗത്തുനിന്നും പറയുമ്പോൾ മുനമ്പം അടക്കമുള്ള ഇത്രയും കേസുകൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഖണ്ഡിക്കുന്നത് CPM? രാജ്യത്ത് ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കേസുകൾ ഈ സിവിൽ തർക്കങ്ങളായി നിലവിൽ, ക്രിമിനൽ കേസുകളും അതുപോലെ തന്നെ അപ്പീലുകളുമായും അത്തരത്തിലെ നിലവിലും. ലോകത്ത് ജുഡീഷ്യറി വാസ്തവത്തിൽ ഒരു ഇത്ര ലക്ഷം ആളുകൾക്ക് ഇത്ര ജുഡീഷ്യൽ ഓഫീസർമാർ എന്നുള്ള കണക്ക് വെച്ചാൽ അത് ലോകത്തെ ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഞാൻ വിരൽ ചൂണ്ടിയത് അതുകൊണ്ടല്ല. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിന്റ് ഒരു കാര്യം പറഞ്ഞു, ആർട്ടിക്കിൾ 52 കുറിച്ച് പറഞ്ഞു. എന്റെ കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആർട്ടിക്കിൾ 52 പാർട്ട് 5 എന്നുള്ള ഇന്ത്യയുടെ ഭരണഘടനയിലെ ഭാഗം 5-ലെ ദ യൂണിയൻ എന്നുള്ളതിലെ ചാപ്റ്റർ 1 ദ എക്സിക്യൂട്ടീവ് എന്നുള്ളതിലെ ആർട്ടിക്കിൾ 52 ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമുക്കാർക്കും ഒരു തർക്കവുമില്ല. ഈ പറഞ്ഞ നിയമം കൊണ്ടുവരുന്ന ഒരു ബില്ല് അത് നിയമമാക്കാൻ കൊണ്ടുവരുന്നതും ആർട്ടിക്കിൾ 52 തമ്മിൽ എന്താ ഇതിനകത്തുള്ളൊരു ബന്ധം? ഇനി ആർട്ടിക്കിൾ 300-നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ആർട്ടിക്കിൾ 300-നെ സംബന്ധിച്ച് അദ്ദേഹം പറയുമ്പോൾ ആർട്ടിക്കിൾ 300 സ്യൂട്ട്സ് ആൻഡ് പ്രൊസീഡിങ്സ് ഉണ്ട്, കേസുകളുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ നീണ്ട ഒരു പാരഗ്രാഫ് ആയതുകൊണ്ട് വായിക്കുന്നില്ല. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മേ സ്യൂ ഓർ ബി സ്യൂഡ് ബൈ ദ നെയിം ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ് മേ സ്യൂ ഓർ ബി സ്യൂഡ് ബൈ ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് എറ്റ്സെട്ര എറ്റ്സെട്ര. ഇതാണ് ആർട്ടിക്കിൾ 300.
ഇങ്ങനെ ഈ ആർട്ടിക്കിൾ 52 ആർട്ടിക്കിളും 300 ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുവന്നാൽ അത് കഷ്ടമാണ്. നമ്മുടെ പ്രേക്ഷകരെ ദയവായി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളതാണ് എന്റെ ഓക്കെ, പ്രിന്റുവിലേക്ക് എനിക്ക് മറ്റു രണ്ട് ഗസ്റ്റ് ഉണ്ട്. പ്രിന്റുവിലേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാനത് തിരുത്താം. ഒന്നും ആർട്ടിക്കിൾ 300A എന്ന് പറഞ്ഞതും ഈ വഖഫ് ഭേദഗതി ബില്ലിലെ സെക്ഷൻ 52A, സെക്ഷൻ 52/4 ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി സാർ? അഹമ്മദ് സാറിന് അതിന് അക്കാദമിക് ആയിട്ടൊരു വിഷയം, ഈ ചർച്ചയിൽ ഞാനൊരു ബഹളം വെക്കാൻ ഉദ്ദേശിക്കുന്നത് അക്കാദമിക് വിഷയം എന്ന രീതിയിൽ തന്നെ ഈ ചർച്ചയെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ വഖഫ് ഭേദഗതി ബില്ലിനകത്തുള്ള സെക്ഷൻ 52A, അതോടൊപ്പം തന്നെ 52/4 അതാണല്ലോ വഖഫുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് ആർട്ടിക്കിൾ എന്നുള്ളൊരു പദം ഞാൻ പ്രയോഗിച്ചത് അദ്ദേഹത്തിനെ പോലെ ഒരു നിയമത്തിൽ വലിയ രീതിയിൽ ജ്ഞാനമുള്ളവരാണെങ്കിൽ ഞാൻ ആർട്ടിക്കിൾ എന്നുള്ളത് മാറ്റി സെക്ഷൻ എന്നുള്ളത് തന്നെ സാറ് അത് പറഞ്ഞു. ഓക്കെ, അതിനകത്ത് അത് ക്ലാരിറ്റി ഒന്നല്ലോ. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞതുപോലെ നിയമവ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ കേസുകളല്ല. ഇവിടെ നമുക്ക് വാസിം എന്ന് പറയുന്ന ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ അവരുടെ ബോർഡിൽ വരുന്ന അവരുടെ കേസുകളാണ്, അവർ ക്ലെയിം ചെയ്ത കേസുകളാണ്. ഞാൻ പറഞ്ഞ 4 ലക്ഷം കേസുകൾ, അതിൽ അവർ ക്ലെയിം ചെയ്ത കേസുകളാണ് ഈ 53,000 കേസുകൾ. അതിനകത്ത് നോക്കൂ, ഈ 500ഓളം തർക്കം എന്ന് പറഞ്ഞാൽ 500ഓളം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുമായിട്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, 1100 വ്യക്തികളുമായിട്ടാണ് ഈ വഖഫ് ബോർഡ് കേരളത്തിൽ തർക്കമുള്ളത്. അതിൽ 514 പേർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ നോക്കൂ, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വഖഫിനെതിരെയുള്ള സമരം നടത്തുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ ഫൈറ്റ് നടത്തുന്നു. അങ്ങനെയൊക്കെ സമരം നടന്ന സമയത്ത് ഇപ്പോൾ വരുന്ന വാർത്ത, ഇന്ത്യ മുന്നണിയുടെ യോഗം തീരുമാനിച്ചിരിക്കുന്നു ഒറ്റക്കെട്ടായി വഖഫ് ബില്ലിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ വരുന്ന വാർത്തയാണ്. അഡ്വക്കേറ്റ് ഷെറി ജെ തോമസും KLCയുടെ നേതാവ് കൂടി നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ഷെറി തോമസ്, ഒരു പ്രത്യേക തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമായിരുന്നോ സഭയുടേത് എന്നുള്ളൊരു ചോദ്യമൊക്കെ വന്നതാണ്. സഭ നിലപാടെടുക്കുക, കത്തോലിക്ക സംഘടനകൾ ആ നിലപാടെടുക്കുക, കത്തോലിക്ക സഭയുടെ മുഖപത്രം ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന, അങ്ങനെ ഒരു MP-മാർക്കൊക്കെ ഈ തരത്തിലുള്ളൊരു മുന്നറിയിപ്പാണോ കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ നോക്കുകയാണ് ഏത് തരത്തിലാണ് കോൺഗ്രസ് നിലപാടെടുക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഇതാ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തീരുമാനിക്കുന്നു, ബില്ലിനെ എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും, അതിലൊരു വെള്ളം ചേർക്കുകയില്ല എന്നുള്ളത്. ആദ്യം അതിലേക്കുള്ള പ്രതികരണം. ഈ വിഷയം നമ്മൾ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 3 വർഷമായി മുനമ്പത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. തീർവാങ്ങിയ ഭൂമി അവർക്ക് അത് റവന്യൂ അവകാശങ്ങൾ ഇല്ലാതെ വന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ച വഖഫുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഈ ബില്ല് ആസ് സച്ച് എതിർക്കുക എന്നത് ഒരു പക്ഷേ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വീണ്ടും വിശദീകരിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഈ ബില്ലിനെ മുഴുവനായും എതിർക്കുന്നൊരു നിലപാട് KCBCക്കുമില്ല. ബില്ലിലെ ചില കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നല്ലത് എന്ന് പറയുന്ന ആ രീതിയിലും പറയുന്നുണ്ട്. ഈ ബില്ലിൻ്റെ മുഴുവനായി നടപ്പിലാക്കണമെന്ന നിലപാടില്ല KCBCക്ക്. അതേസമയം ചില ക്ലോസുകളെ സംബന്ധിച്ച് അത് നടപ്പിലാക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഇതിലെ വഖഫ് പ്രോപ്പർട്ടി സംബന്ധിച്ച കാര്യത്തിൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്നൊരു ക്ലോസ്, അത് വരുന്നത് ഈ സെക്ഷൻ 4-ാമത്തെ ക്ലോസിലാണ് വരുന്നത് അമെൻമെൻറ്റ് ബില്ലിൽ. അതിൽ പറയുന്നത് 6 മാസത്തിനുള്ളിൽ ഈ വഖഫ് പ്രോപ്പർട്ടി ഡെഡിക്കേറ്റഡ് ടു ദ വഖഫ് ഓൺ ദ പോർട്ടൽ ആൻഡ് ഡാറ്റാബേസ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം സച്ച് കമൻസ്മെൻറ്റ്. അത് വരുന്നത് കൊണ്ട് എല്ലാവർക്കും ഗുണകരമല്ലേ? അത് കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആക്കുന്നൊരു വിഷയമല്ലേ? അപ്പോൾ ബില്ലിനെ മുഴുവനായും വേർതിരിച്ച് കാണാതെ മുഴുവനായും അതിനെ എതിർക്കും എന്ന് പറയുന്നതിനോട് അതുകൊണ്ടാണ് ഞങ്ങളും യോജിക്കാത്തത്. മാത്രമല്ല ഇതിൻ്റെ 10-ാമത്തെ ക്ലോസ് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇത് നടപ്പിലായി കഴിഞ്ഞാൽ ഈ ബില്ല് പാസ്സായാൽ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനും വളരെ കൃത്യമായ മറുപടി, ഈ ബില്ലിനെ മുഴുവനായും എതിർക്കുകയോ അല്ലെങ്കിൽ മുഴുവനായും അനുകൂലിക്കുകയോ അല്ല. ഈ ബില്ലിൽ ഏതാണ്ട് ഒരു 5 ക്ലോസുകളാണ് നടപ്പിലാക്കണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അതിൻ്റെ ക്ലോസ് നമ്പർ 10 ആണ്. ക്ലോസ് നമ്പർ 10-ൽ JPCയുടെ തന്നെ അവസാനം ഉള്ള റെക്കമെൻഡേഷൻ പ്രകാരം അതിൻ്റെ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. provided further that nothing in this act shall, notwithstanding any judgment, decree or order of any court, apply to a trust, whatever name called, established before or after the commencement of this act or statutorily regulated so and so. ആ ഒരു കാര്യം വരുമ്പോൾ ഇവിടെ ഈ കോളേജ് എന്ന് പറയുന്നത് വസ്തു എഴുതി കൊടുത്ത കോളേജ് ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രൊവൈസോ ഇവിടെ കയറി വരുമ്പോൾ ഒരുപക്ഷെ അതുമാത്രം മതി മുനമ്പം സംബന്ധിച്ച വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാകാൻ. എല്ലാവർക്കും അറിയാമല്ലോ, മുനമ്പം സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചപ്പോൾ
എന്തുകൊണ്ടാണ് കോടതി അതിൽ ഇടപെടേണ്ടി വന്നത്? നിലവിലുള്ള വഖഫ് നിയമപ്രകാരം അത്തരത്തിൽ ഒരു കമ്മീഷനെ വയ്ക്കാൻ സാധിക്കില്ല എന്നാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ്. ഒരുപക്ഷെ അത് മാറിയേക്കാം ഡിവിഷൻ ബെഞ്ചിൽ വരുമ്പോൾ. പക്ഷേ നിലവിൽ വഖഫ് നിയമത്തിൽ അത്തരം റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് അത് എങ്ങനെ മറികടക്കാം എന്നതിന് ഓരോ വ്യവസ്ഥകളിലും വ്യത്യസ്തമായ ചർച്ചകളുണ്ടാകണം. അതിനു പകരം മുനമ്പം മറ്റൊരു വിഷയമാണ്. അതിന് അതിൻ്റെതായ ഒരു പ്രോസസ്സിംഗ് ഉണ്ട് എന്ന് പറയുന്ന വാദങ്ങൾ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നത് മനസ്സിലാക്കാം. അപ്പോഴും ഈ ദീപിക കത്തോലിക്ക സഭയുടെ മുഖപത്രം പറയുന്നത് ഈ പറഞ്ഞ വാദമല്ല, ഒറ്റ വരിയാണ്. മുസ്ലിം സമുദായത്തിൽ ഒരാൾക്കും ഈ ബില്ല് വഖഫ് നിയമ ഭേദഗതി ബിൽ നീതി നിഷേധിക്കുന്നില്ല എന്ന് ദീപിക പറയുന്നുണ്ട്. ഈ അമുസ്ലിങ്ങളെ ബോർഡിൽ വരുന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും അവിടെ പരാമർശിക്കപ്പെടുന്നില്ല. ഇങ്ങനെ സഭകൾ നിലപാടെടുക്കുമ്പോൾ BJP നേതാക്കന്മാർ സഭാധ്യക്ഷന്മാരെ പോയി കാണുന്നു, ഈ നന്ദി പറയുന്നു. അതിനുശേഷം LDF-ഉം UDF-ഉം മതേതരത്വത്തെ നശിപ്പിക്കുകയാണ് എന്ന് BJP നേതാക്കൾ സഭാ നേതാക്കന്മാർ പറയുന്നൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. ഇതിലൊരു രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ട് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ എന്ന് തോന്നുന്നേയില്ലേ കത്തോലിക്ക സംഘടനകൾക്ക്? ഇല്ല, KCBCയുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമാണ്. KCBCയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഈ വഖഫ് ബില്ലിനെ പൂർണ്ണമായും പിന്താങ്ങുന്നു എന്നല്ല. KCBCയുടെ സ്റ്റേറ്റ്മെൻറ്റ് അത് ക്ലിയർലി ഫോക്കസ് ടു മുനമ്പം ഒരു വലിയ വിഷയമായി വന്നതുകൊണ്ടാണ് KCBC ഈ വിഷയത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ ഇത്രമാത്രം ചർച്ചയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബില്ല് മുഴുവനായും പാസ്സാക്കണം എന്ന് ഒരിടത്തും KCBC പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയം പരിഹരിക്കാനുള്ള ചില നടപടികൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ സഹകരിക്കണമെന്നാണ്. അത് മുഴുവൻ വായിച്ചാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ എതിർവാദം ഉന്നയിക്കാൻ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വ്യവഹാരം വരുമ്പോൾ അത് നിങ്ങൾ മിണ്ടരുത്, അത് വഖഫുമായി ബന്ധപ്പെട്ട വസ്തുവാണ് എന്ന് എതിർവാദം ഉന്നയിക്കുന്ന സാഹചര്യങ്ങളിൽ അതിനെ മറികടക്കാൻ ഈ ബില്ലിലുള്ള വ്യവസ്ഥകളെ അനുകൂലിക്കണമെന്നാണ് KCBC ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലോസ് 10 അമെൻമെൻറ്റിലെ ക്ലോസ് 10ൻ്റെ കാര്യം. അതുപോലെ എത്രയോ ഇപ്പോൾ അതിൻ്റെ വഖഫ് കൗൺസിലിൽ അമുസ്ലിങ്ങളെ കൊണ്ടുവരണം, അത് ഒരിക്കലും KCBC അംഗീകരിക്കുന്നില്ല. KCBC അങ്ങനെ അംഗീകരിക്കുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അങ്ങനെ പറയുന്നവരാണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത്. KCBC പറഞ്ഞത് എന്താണ്? അവരുടെ ജനങ്ങൾക്ക് അവരുടെ തീർഭൂമിയിൽ അവകാശങ്ങൾ സ്ഥാപിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ഉണ്ടാകണം എന്ന് പറയുന്നതിന് എന്താണ് തെറ്റ് കാണാൻ പറ്റുക? ആ സാഹചര്യം ഉണ്ടാകുന്നതിന് എന്താണോ എതിര് നിൽക്കുന്നത്, ആ എതിര് നിൽക്കുന്നത് ഇപ്പോൾ അമെൻമെൻറ്റ് ബില്ലിൽ എത്രയോ ക്ലോസുകളുണ്ട്. ആ മുഴുവൻ ക്ലോസുകളെയും അപ്പാടെ ഒരു മറുപടി പറയാതെ അതിൽ ഓരോന്നിനെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തി ഇതിലേതെങ്കിലും ഒരു ക്ലോസ് നടപ്പിലായാൽ മുനമ്പം പോലുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ഇനി ഉണ്ടാവില്ല എന്ന് ചർച്ചയുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്, ഒഫീഷ്യലായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അവർ പോലും പറഞ്ഞത് ഇത് അനിസ്ലാമികമാണെന്നാണ്. ഫാറൂഖ് കോളേജ് പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല എന്ന്. തീറ് കൊടുത്ത് വാങ്ങിയതാണെന്ന് അവർ തന്നെ പറയുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നു ആരെങ്കിലും തീറ് കൊടുത്ത് വാങ്ങിയ ഭൂമിയെ പിന്നെ വഖഫിൻ്റെ പേരിൽ അവിടെ ചെന്ന് കൈകടത്തി വാങ്ങാൻ ശ്രമിക്കുന്നത് അനിസ്ലാമികമാണെന്ന് എത്രയോ ആളുകൾ പറഞ്ഞത് രേഖാപ്രകാരം നമുക്ക് കാണാൻ പറ്റും, തെളിവുകളുണ്ട് അതിനൊക്കെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ആ അനിസ്ലാമികമായൊരു വിഷയം നിലവിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിയമത്തിൻ്റെ കുടുക്കിൽ ഉൾപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ കുടുക്കഴിക്കാൻ ഈ വഖഫ് ബില്ലിൽ എവിടെയെങ്കിലും ക്ലോസുകളുണ്ടെങ്കിൽ ആ ക്ലോസ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് KCBC പറഞ്ഞത് അതിനെ നിങ്ങൾ അനുകൂലിക്കണമെന്ന്. അതല്ലാതെ മുഴുവൻ വഖഫ് ബില്ലിനെ അനുകൂലിക്കാനല്ല, വഖഫ് ബില്ലിനെ മുഴുവൻ എതിർക്കാനല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെബ്സൈറ്റിൽ വഖഫിൻ്റെ പ്രോപ്പർട്ടി പ്രസിദ്ധീകരിക്കുന്നത് അത് ട്രാൻസ്പെറൻ്റ് ആകാൻ നല്ലതല്ലേ? അതിനെന്തിനാ എതിർക്കുന്നത്? അത് എല്ലാവർക്കും നല്ലതല്ലേ? ആരെങ്കിലും ഭൂമി വാങ്ങാൻ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എൻകംപറൻസ് എടുക്കുന്നത് പോലെ ഭൂമി വാങ്ങാൻ വരുമ്പോൾ അറിയാമല്ലോ ഇത് വഖഫ് പ്രോപ്പർട്ടി ആണോ എന്നൊരു വെബ്സൈറ്റിലുണ്ടെങ്കിൽ അതിനെ എന്ത് ന്യായത്തിൻ്റെ പേരിൽ എതിർക്കും? മാത്രമല്ല നേരെ തിരിച്ചു പറയുമ്പോൾ കൗൺസിലിൽ അമുസ്ലിങ്ങൾ ഉണ്ടാകണമെന്ന് എന്തിനാ KCBC പറയുന്നത്? KCBC അങ്ങനെ പറയില്ല. മുസ്ലിം സമുദായത്തിൻ്റെ പ്രോപ്പർട്ടി വ്യവസ്ഥ ചെയ്യുന്ന അത് കൈകാര്യം ചെയ്യുന്ന ഒരു കൗൺസിലിൽ ആ മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നത് എന്തിനാണ്? അതിനൊരിക്കലും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, പിന്തുണച്ചിട്ടില്ല. വ്യക്തമാവുകയാണ്. അതായത് ഒരുപക്ഷെ ഭാഗികമായി പിന്തുണയ്ക്കണമെന്നുള്ളതിന്റെ ഒരു പ്രാക്ടിക്കബിലിറ്റിയിൽ പ്രശ്നം കൊണ്ടാണോ അറിയില്ല. പക്ഷേ ഇതാ ബില്ലിനെ പരിപൂർണമായിട്ട് എതിർക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുകയാണല്ലോ. അപ്പോൾ എന്ത് നിലപാടുകളിലേക്കാണ് സഭ കടക്കുക? ലീഗൊക്കെ ഇതിനകത്ത് പ്രതികരിക്കാതിരിക്കുകയാണ്. കുറച്ചും കൂടെ ഒരു സമവായത്തിന്റെ പാതയിലേക്ക് പോകുമോ? ഞാൻ മനസ്സിലാക്കിയത് ഓരോ ക്ലോസിനും ചർച്ചകളും വേണമെങ്കിൽ അനുകൂലിക്കാനും എതിർകൂലിക്കാനും ഒരു സാഹചര്യം വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ അത്തരത്തിലൊരു ചർച്ച വന്നിട്ടില്ല. ആ ചർച്ചകൾ
അതിനുള്ള വേദി ഉണ്ടാക്കുക എന്നത് ഒരുപക്ഷെ KCBCയുടെ ഇത്തരം നിലപാടിലൂടെ ഇനിയും സാധിക്കുമെന്ന് എനിക്കറിയില്ല, സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ അത് ഉണ്ടാകണം എന്നാണ് KCBC ആഗ്രഹിച്ചത്. അതല്ലാതെ ഇതിനകത്തൊരു രാഷ്ട്രീയപരമായ ഒരു നിലപാടല്ല. നമുക്ക് കോൺഗ്രസ് പാനലിസ്റ്റിനോട് ചോദിച്ചുകൂടി അത് ഏത് തരത്തിലാണ്, നമുക്ക് തിരികെത്താം. അഡ്വക്കേറ്റ് BN ഹസ്കർ, സംസ്ഥാന സർക്കാർ CPM ഒക്കെ കുറച്ച് കൂടി ദീർഘദർശിത്വം കാണിക്കണമായിരുന്നു. ഇതൊക്കെ പലരും പറഞ്ഞതാണ്. ഇത് എവിടേക്കാണ് ഇതിപ്പോൾ എത്തിച്ചിരിക്കുന്നത്? ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഒന്നും ഈ പ്രശ്ന പരിഹാരത്തിന് യോജിച്ചതല്ല എന്നൊക്കെ പലതവണ പറഞ്ഞതാണ്. അതൊന്നും കേട്ടില്ല. ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഇത് ഒറ്റയടിക്ക് എതിർക്കുമ്പോൾ ഇത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ്, മുനമ്പമായിട്ട് ബന്ധപ്പെട്ടുയരുന്ന ആശങ്കകൾ, സഭയുടെ നിലപാട്, ഇതിലെവിടെയോ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രശ്നപരിഹാരം വളരെ പെട്ടെന്ന് അതിൽ നീട്ടിക്കൊണ്ടുപോയ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടാകുന്നില്ലേ? അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യത്തിനേക്കാൾ ഏറ്റവും പരമപ്രധാനമായിട്ട് പറയേണ്ടത്, വഖഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം അല്ലെങ്കിൽ കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും മുസ്ലിമായ ഒരാൾ തങ്ങളുടെ സ്വത്തുവകകൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒരു മതപരമായ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിനെയാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കുകയോ അപരിഷ്കൃതമാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ നിയമം പരിഷ്കരിക്കുന്നതിന് തക്കയില്ല. അങ്ങനെ പരിഷ്കരിക്കണമെങ്കിൽ വഖഫ് നിയമത്തെ സംബന്ധിച്ച് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളാണ്, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ്, അതുപോലെ മുസ്ലിം സംഘടനകളാണ്, മുസ്ലിം മതപണ്ഡിതന്മാരാണ്. നിലവിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ വഖഫ് നിയമം പരിഷ്കരിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഈ നിയമം പരിഷ്കരിക്കുന്നത് വഴി കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേയും അതുപോലെ തന്നെ ഡിഫൻസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാൻഡഡ് അസറ്റ്സ് കൈകാര്യം ചെയ്യുന്നത് വഖഫ് ബോർഡുകളാണ്. 87,200 വസ്തുവകകളാണ് വഖഫ് ബോർഡിൻ്റെതായി കൈകളിലുള്ളതും 8 ലക്ഷം ഏക്കറോളം വസ്തുവകകൾ വഖഫ് ബോർഡിലുണ്ട്. ഇത് രാജ്യത്ത് വന്നിട്ടുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രാതീത കാലം മുതൽ ഇത് വഖഫ് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള വസ്തുവകകളാണ്. ഈ വസ്തുവകകൾ ഇന്ത്യ ഭരിച്ചിരുന്ന സുൽത്താൻമാരും, ഉദാഹരണത്തിന് ഷാജഹാൻ മുതൽ ഒടുവിൽ വരെ വന്നിട്ടുള്ള സുൽത്താൻമാരടക്കം വഖഫ് ചെയ്തിട്ടുള്ളത്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുള്ള വസ്തുവകകളാണ് ഉള്ളത്. യാത്രക്കാർക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുണ്ട്, യാത്രക്കാരുടെ മൃഗങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്ത വസ്തുവകകളുണ്ട്, അതുപോലെ തന്നെ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വഖഫ് ചെയ്ത വസ്തുവകകളുണ്ട്. അതുപോലെ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുള്ള സ്വത്തുവകകൾ മൊത്തത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോ രാജ്യത്ത് ഇതൊരു നിയമമായി, ഈ നിയമം വരുന്നത് വഴി ആ നിയമത്തെ സംബന്ധിച്ച്, ആ നിയമത്തിൽ എന്തൊക്കെ നാളെ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങൾക്ക് പോലും ഒരു വ്യക്തിയില്ല. ശ്രീ ജഗദാംബിക പാൽ അധ്യക്ഷനായിട്ടുള്ള ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി മുമ്പാകെ വെച്ചിട്ടുള്ള 44 ഭേദഗതികളിൽ 14 ഭേദഗതികൾ ഒഴികെ ബാക്കി മുഴുവൻ ഏതൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്ന് അറിയാവുന്ന 2 പേർ മാത്രമേ, ശ്രീ കിരൺ റിജിജുവും അതുപോലെ തന്നെ ശ്രീ അമിത് ഷായ്ക്കും മാത്രമേ അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവൂ എന്നുള്ളതാണ് വസ്തുത. എന്തിനാണ് ഈ വഖഫ് നിയമം ഇപ്പോൾ ഭേദഗതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി വഖഫ് ബോർഡിന്റെ സ്വയംഭരണാവകാശത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. 2, വഖഫ് സ്വത്തുവകകളുടെ വെരിഫിക്കേഷൻ വഖഫ് ബോർഡിൽ അധിഷ്ഠിതമായിരിക്കുന്നത് ഇപ്പോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിലേക്ക് എടുത്തു മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രവും കൗതുകകരവുമായിട്ടുള്ള. പക്ഷെ മുനമ്പം ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു. ശ്രീ ഹസ്കർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ മുനമ്പം ഒരു ചോദ്യചിഹ്നമാണ്. ഇത് അതിൽ കൂടുതൽ ഇഴപിരിഞ്ഞ് കിടക്കുന്നു. ഇതെങ്ങനെ പരിഹരിക്കും? ഇല്ല, മുനമ്പം വിഷയം മറ്റൊരു വിഷയമായി തന്നെ കാണണം. മുനമ്പം വിഷയം ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് അവതരിപ്പിച്ചത് കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയുമോ? കാര്യം ഈ നിയമത്തിൽ റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടാവില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറഞ്ഞു. മുൻകാല പ്രാബല്യമില്ലാത്ത ഒരു നിയമം, ആ നിയമത്തിന്റെ സാധ്യത വെച്ചുകൊണ്ട് എങ്ങനെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന നിയമം വെച്ചിട്ട് വഖഫ് വിഷയത്തെ സമീപിക്കാൻ കഴിയുക? വഖഫ് മുനമ്പം വിഷയത്തെ സമീപിക്കേണ്ടത് മറ്റൊരർത്ഥത്തിലാണ്. തീരെഴുതപ്പെട്ടു പോയിട്ടുള്ള ഒരു ഭൂമിയെ സംബന്ധിച്ച്, ആ തീറിനെ സംബന്ധിച്ച് അതൊരു സിവിൽ അധികാരത്തെ സംബന്ധിച്ചിട്ട് തർക്കം അക്കാര്യത്തിലുണ്ട്. അത് നിയമവഴികളിലൂടെ മാത്രമേ പരിഹരിക്കാനാവൂ. 2 രീതിയിലാണ് മുനമ്പം പരിഹരിക്കാൻ കഴിയുക. ഒന്ന് നിയമവഴികളിലൂടെ, 2 സമവായത്തിന്റെ വഴികളിലൂടെ. ഈ സമവായത്തിന്റെ വഴികളാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സർക്കാരിനാണെങ്കിലും അതുപോലെ തന്നെ ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ മുനമ്പം നിവാസികൾക്കും മുസ്ലിം സംഘടനകൾക്കും വഖഫ് ബോർഡിനും ചെയ്യാൻ കഴിയുന്നത് സമവായത്തിന്റെ വഴികളാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഒരേ ആശയത്തിൽ മുനമ്പം നിവാസികളെ ഒരു തരത്തിലും അവിടെ നിന്ന് ഇറക്കി വിടരുത് എന്ന അഭിപ്രായം തന്നെയാണ്. അത് ഒരുപക്ഷെ KCBCയോ ആരൊക്കെ പറഞ്ഞു എന്ന് വെച്ചാലും അവർക്കൊപ്പം തന്നെയാണ്
കേരളത്തിലെ പൊതുസമൂഹം ആകമാനം നിലകൊള്ളുന്നത് വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം മുനമ്പം നിവാസികൾക്കുണ്ട്. ആ നിവാസികൾക്കൊപ്പം തന്നെയാണ്. പക്ഷെ അവിടെ പല കയ്യേറ്റങ്ങളും അതിനൊപ്പം പല കയ്യേറ്റങ്ങളും ആ ഭൂമിയിന്മേൽ നടന്നിട്ടുണ്ട്. ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കപ്പെടുക തന്നെ വേണം. അത് സംബന്ധിച്ച് വഖഫ് ബോർഡ് എടുക്കുന്ന തീരുമാനം, വഖഫ് ട്രിബ്യൂണലിൽ അധിഷ്ഠിതമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചെടുക്കുന്ന തീരുമാനം അന്തിമമായി തന്നെ ഇരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ BJPയുടെ കൗശലം എന്ന് പറയുന്നത്, ഇപ്പോ രാജ്യസഭയിൽ BJPക്കുള്ള അംഗബലം വെച്ചിട്ട് നിശ്ചയമായും രാജ്യസഭയിൽ ഈ നിയമം പാസ്സാക്കി എടുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നാളെ NDAയിലെ മറ്റ് ഘടകകക്ഷികൾ അടക്കം ഈ നിയമം അവതരിപ്പിക്കുന്നതിനെ എങ്ങനെ സമീപിക്കുമെന്നുള്ള സംശയദൃഷ്ടിയോടുകൂടിയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇത് അവതരിപ്പിക്കുന്നത് വഴി അവർ ഉദ്ദേശിക്കുന്നത് ഒരു ധ്രുവീകരണമാണ്. അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതും രാജ്യത്തൊരു ധ്രുവീകരണത്തിന്റെ സാധ്യതകൾ തേടുകയും അതുവഴി കേരളത്തിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം, അതാണല്ലോ കേരളം പോലൊരു സംസ്ഥാനത്ത് KCBC ബോർഡ് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ശ്രീ കിരൺ റിജുവിനെ പോലൊരാൾ അത് സംബന്ധിച്ച് അഭിപ്രായം പരസ്യമായി തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നത് തന്നെ ഈ നിയമം ഇപ്പോ അവതരിപ്പിക്കുന്നത് ദുരുദ്ദേശത്തോടു കൂടി മാത്രം. ആ ചോദ്യം ബാക്കിയുണ്ട്. ഈ ബില്ല് പാസ്സാക്കാൻ കഴിയാതെ ഘടകകക്ഷികൾ പോലും എതിർപ്പ് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ബില്ല് അവതരിപ്പിക്കുക മാത്രം ആ തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടമാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനകത്ത് ബാക്കിയുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഒരു ചെറിയ ഇടവേള ആവശ്യമായതുകൊണ്ട്. ശ്രീ റോണി കെ ബേബി, ഘടകകക്ഷികളുടെ എതിർപ്പ് കാരണം ഈ ബില്ല് പാസ്സാക്കാതെ പോയാലും ബില്ല് അവതരിപ്പിച്ചു എന്നൊരു വിഷയമുണ്ട്. അതിന് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഇപ്പം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക വോട്ടുകൾ ഒരു വലിയ വിലയായി കൊടുക്കേണ്ടി വന്നേക്കാം. ഇവിടെ അപർണ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സഖ്യകക്ഷികൾ JDU അവർ എടുത്തിരിക്കുന്ന നിലപാട് എന്താ? നാളെ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡ് സ്വീകരിക്കാം. TDP മറ്റൊരു പ്രധാനപ്പെട്ട സഖ്യകക്ഷി അവരും പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ ബില്ലിലെ വകുപ്പുകൾ കാണട്ടെ, എന്നിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം. ഇപ്പോൾ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളെ പോലും ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് പകരം അവരെന്താ ചെയ്യുന്നത്? ഇവിടെ KCBC ഒരു പ്രസ്താവന വരുമ്പോഴത്തേക്കും കിരൺ റിജു ആവേശത്തോടെ അത് അദ്ദേഹത്തിന്റെ Xൽ അദ്ദേഹം ഷെയർ ചെയ്യുന്നു. KCBC ഒരു പ്രസ്താവന പറയുമ്പോഴത്തേക്കും കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഓടിച്ചെല്ലുകയാണ്. KCBCയുടെ സംസ്ഥാന അധ്യക്ഷനെ അദ്ദേഹം പിന്നെ വലിയ അഭിനന്ദനങ്ങൾ കൊണ്ട് അനുമോദനങ്ങൾ കൊണ്ട് പൊതിയുന്നു. അപ്പോൾ ഇവിടെ അജണ്ട വളരെ വ്യക്തമാണ്. കാരണം ഇവിടെ ഈ നിയമം പാസ്സാക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, BJPക്ക് അവിടെ കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടകൾ. വളരെ കൃത്യമായി പറയട്ടെ, ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സമ്പത്ത് അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചു. ബിൽക്കിസ് ബാനുവിന്റെ കേസൊക്കെ. പക്ഷെ കേരളത്തിൽ നിങ്ങൾ എന്താണ് നിലപാട് സ്വീകരിക്കുന്നത്? നിങ്ങൾ കർണാടക നോക്ക്. കർണാടകയിൽ ഈ വഖഫ് വിഷയം ഉയർന്നു വന്നപ്പോൾ സിദ്ധാരാമയ്യ ശക്തമായ നിലപാടെടുത്തു. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചാൽ അയാൾ ആ കസാരയിൽ കാണില്ല. പക്ഷെ കേരളത്തിൽ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ വയനാട് ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, ആ കൃത്യം തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപേ എന്ത് ചെയ്തു? വഖഫ് ബോർഡിന് നോട്ടീസുകൾ ചെല്ലുക. ആരാ അതിന് ഉത്തരവാദി? സംസ്ഥാന സർക്കാർ. ഇത് തന്നെയാണ് ഞങ്ങളുടെ കേരളത്തിൽ സംശയിക്കുന്നത്. ഞങ്ങൾ വളരെ ഇവിടെ ബഹുമാനപ്പെട്ട ഷെറി അദ്ദേഹം വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പരിഹരിക്കപ്പെടേണ്ടത് മുനമ്പം വിഷയമാണ്. ആ മുനമ്പം വിഷയത്തിന്റെ മറ പറ്റിക്കൊണ്ട് ഇവിടെ വഖഫ് നിയമം കൊണ്ടുവന്ന് ഇവിടെ രാഷ്ട്രീയമായ മതപരമായ ധ്രുവീകരണത്തിന് സംഘപരിവാർ ശ്രമിക്കുന്നു, BJP ശ്രമിക്കുന്നു. അതിന് ഭരിക്കുന്ന സർക്കാർ ഇവിടെ അതാണ് ശ്രീ സമ്പത്ത്, അതാണ് കോൺഗ്രസിനെ ബലിയാടാക്കിക്കൊണ്ട് സഭയ്ക്കെതിരാക്കിക്കൊണ്ട് ഈ ഒരു കാര്യത്തിൽ ചരട് വലിക്കുന്നതിൽ CPMന് പങ്കില്ല എന്നാണ് ചോദ്യം. ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് കൈ എങ്ങനെ കഴുകും? CPIMനോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇവിടെ ആരെയെങ്കിലും, അതല്ല ഏതെങ്കിലും സംഘടനയെ, ഏതെങ്കിലും വിഭാഗത്തെ ഒന്നും ബലിയാടാക്കാനുള്ള ഒരു ആഗ്രഹവും ഇല്ല. ഞങ്ങൾ എടുക്കുന്ന നിലപാട് എന്നുള്ളത് അത് സുവ്യക്തമായ നിലപാട് തന്നെയാണ്. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം, അവരുടെ മണ്ണിലുള്ള അവകാശം, അവരുടെ സ്വത്തുക്കളിലുള്ള അവകാശം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല. ഇതിനെല്ലാം നിയമം, നമ്മൾ ഈ രാഷ്ട്രത്തിൽ there is a rule of law. ആ റൂൾ ഓഫ് ലോ അംഗീകരിക്കാത്ത ഒരു കൂട്ടരേ ഉള്ളൂ, അത് സംഘപരിവാറാണ്. നമ്മുടെ ഈ രാജ്യത്ത്, ഈ രാഷ്ട്രത്തിൽ നിലവിലുള്ളതായിട്ടുള്ള ആ ഒരു നിയമവാഴ്ചയെ അംഗീകരിച്ചു കൊണ്ടുപോകുക. ഇപ്പൊ തന്നെ നമ്മളിപ്പോ പറയുന്നത് എന്താ? ഈ മുനമ്പം കമ്മീഷന്റെ സാധുതയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ നിന്നൊരു വിധി വന്ന, അപ്പോ അതിന്റെ മുകളിൽ ഡിവിഷൻ ബെഞ്ചോ? ഇത് അന്തിമമായ ഒരു വിധിയല്ലല്ലോ.
നമ്മളപ്പോ കോടതിയിൽ ഞാനിനിയിപ്പോ അതൊരു ഈ കോടതിയിലുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ ഭാസ്കർ അടക്കം അഭിഭാഷകനാണ്. ഞാനൊരു കോടതി ലക്ഷ്യത്തിനൊന്നും ഞാൻ ഈ ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. അപ്പോ ഈ വഖഫ് ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് അതൊരു വളരെ വിശാലമായ അർത്ഥത്തിലുള്ള ഒരു കാര്യമാണ്. ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഭാഗം, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും ബാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ കുറെ കാര്യം നല്ലതായിട്ടുണ്ട്, നമുക്ക് അനുകൂലിക്കാം എന്ന് പറഞ്ഞാൽ, ഈ മുട്ട വാങ്ങി പുഴുങ്ങുമ്പോഴേ അതില് ആ മുട്ട ചീമുട്ടയാണെങ്കിൽ അതിലെ നല്ല ഭാഗം എന്ന് പറഞ്ഞൊരു ഭാഗം എടുത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയോ നമ്മൾ കഴിക്കുകയോ ചെയ്യാറില്ല. മുട്ട ചീഞ്ഞതാണെങ്കിൽ ആ മുട്ട കളയുകയാണ് വേണ്ടത്. ഈ ബില്ലിൻ്റെതായ ലക്ഷ്യം എന്താണ്? ഇന്ത്യ എന്ന മതനിരപേക്ഷതയുടെ വൈവിധ്യങ്ങളുടെ ഉദ്യാനത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും കൊടിയ വിഷമുള്ള വിഷപ്പാമ്പുകളിൽ ഒന്നാണ്. വിഷപ്പാമ്പിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ വിഷം കഴിച്ചത് കൊണ്ടും വേറെ എന്തെങ്കിലും നമുക്ക് വയറ്റിന് അസുഖമുള്ളവർക്ക് അത്തരത്തിൽ ഏതെങ്കിലും അല്ല, ഇതില് സി പി എമ്മിന്റെ കേന്ദ്രത്തിലെ നിലപാടല്ല വിഷയം. അല്ല, കേന്ദ്രത്തിൽ എടുക്കുന്ന ലോക്സഭ അല്ലെങ്കിൽ പാർലമെന്റിൽ എടുക്കുന്ന നിലപാടിൽ സംശയമൊന്നുമില്ല സി പി എമ്മിന്റെ. കേരളത്തിലെ നിലപാടാണ് വിഷയം. ഞാൻ സമയപരിമിതി ശ്രീ പ്രിന്റു മഹാദേവ്, ഇത് ഒറ്റയടിക്ക് ഇത് എത്ര കാലം കൊണ്ട് പരിഹരിക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞത്. അതായത് ഇത് പൂർണ്ണമായിട്ടും ഇത് പരിഹരിക്കും, ഈ വഖഫ് ഭേദഗതി ബില്ല് വന്നതുകൊണ്ട് മുനമ്പം പൂർണ്ണമായി പരിഹരിക്കുമെന്ന് BJPക്ക് ഉറപ്പൊന്നുമില്ല ഒരു വശത്ത്. രണ്ടാമത്താണ് ഘടകകക്ഷികൾ, എതിർപ്പുമായി നിൽക്കുന്ന ഘടകകക്ഷികൾ ബില്ല് അവതരിപ്പിക്കുക, അങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുക, അതുമാത്രമാണോ ഉദ്ദേശം എന്ന് ചോദിച്ചു പോകില്ലേ? ഒരിക്കലുമില്ല. ഇത് ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാസ്സാക്കാത്ത ഒരു ബില്ലുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവില്ല. ഈ ബില്ല് പാർലമെന്റിനകത്ത് പാസ്സാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ TDP കുറിച്ചും JDU കുറിച്ചൊന്നും ആശങ്ക വേണ്ട. ഈ TDP അധികാരത്തിലെ സമയത്ത് വഖഫ് ബോർഡിനെ തന്നെ പിരിച്ചുവിട്ട ആളാണ് ചന്ദ്രബാബു നായിഡു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ആശങ്കയുമില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയുള്ള സർക്കാർ എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിന് ഉയർത്തിക്കൊണ്ടുവരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന ഈ മുനമ്പം മാത്രമല്ല സാർ, ഇസ്ലാം ആവിഷ്കരിക്കുന്നത് ആവിർഭാവത്തിന് മുമ്പുള്ള ഈ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമം തന്നെ വഖഫ് ഏറ്റെടുത്തു കഴിഞ്ഞു. ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കർണാടകയിൽ ഉണ്ടായിരുന്നു, അത് വഖഫ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് ഒരു സ്വാഭാവികമായിട്ട് നിങ്ങളെ സ്വതന്ത്രാനന്തര അംബേദ്കർ എഴുതിയ ഭരണഘടന കാരണം അത് നഷ്ടപ്പെടുത്തുന്നല്ല. കോൺഗ്രസ്സുകാർ ബോധപൂർവമായിട്ട് പ്രേരണ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ചില സെക്ഷനുകൾ, മതകോടതികൾ, ഈ രാജ്യത്ത് സമാന്തര മതകോടതികൾ. നമുക്ക് ആ ചരിത്രത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ചരിത്രത്തിൽ പോകാൻ. ശ്രീ അഡ്വക്കേറ്റ് ഷെറി തോമസ്, യെസ്, അഡ്വക്കേറ്റ് ഷെറി തോമസ്, ഇതിപ്പോ പ്രിന്റു പറയുന്ന ആത്മവിശ്വാസം ആ തരത്തിലാണെങ്കിലും ഘടകകക്ഷികൾ അപ്പോഴും എതിർപ്പ് പറഞ്ഞവരുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നുണ്ട്. ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുകയും പാസ്സാക്കാൻ ഘടകകക്ഷികൾ തന്നെ പിൻവാങ്ങി ഇത് പാസ്സാക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ കോൺഗ്രസിനോടുള്ള വിമർശനത്തിൽ അയവുവരുത്തുമോ കത്തോലിക്ക സഭ? ഇതിൽ മുനമ്പത്തിൽ ഈ ബില്ല് കൊണ്ട് എത്ര കാലം കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ ഒന്നും ഉറപ്പില്ല എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതും സഭ കേൾക്കുന്നുണ്ടാകുമല്ലോ. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടുമുള്ള ഒരു വിമർശനമോ അവരോടുള്ള എതിർപ്പോ അല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ 3 വർഷമായിട്ടും ഈ വിഷയം എന്തുകൊണ്ട് പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളത് കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് മറുപടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഇപ്പോൾ കൂടുതൽ MP-മാരുള്ളൊരു പാർട്ടിയോടാണ് ഈ കാര്യം പറയാൻ പറ്റുള്ളൂ. കാരണം പാർലമെൻറ്റിലാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സംസാരിച്ചതിൽ നിന്നെല്ലാം ഒരു കാര്യം വസ്തുതാപരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ബില്ലിൽ ഇപ്പോൾ ഇതിനകത്ത് ദാവൂദി ബോറ കമ്മിറ്റി, മഗക്കാനി കമ്മ്യൂണിറ്റിയൊക്കെ ആവശ്യപ്പെട്ടത് പ്രകാരം കൊണ്ടുവന്ന ഒരു പ്രൊവൈസോനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ആ പ്രൊവൈസോ ഇവിടെ പറഞ്ഞു റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ബില്ലിനില്ല എന്ന് പറഞ്ഞു. ബില്ലിന് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് വേണ്ട. ഈ പ്രൊവൈസോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എസ്റ്റാബ്ലിഷ് ബിഫോർ ഓർ ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ്. അതായത് ഒരു ട്രസ്റ്റ് എന്താ ബില്ലിന് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല, ശരിയാ സംബന്ധിച്ചു. പക്ഷേ ഇത് ഈ നിങ്ങൾ ഇതൊന്ന് വായിച്ചു 10 സാധിക്കും അതായിക്കോട്ടെ. പക്ഷേ ഇതല്ലെങ്കിൽ പോലും 10.7.2 അതിൽ വളരെ കൃത്യമായി JPCയുടെ റെക്കമെൻഡേഷൻ അങ്ങനെയാണ്. അതിൽ പറയുന്നത് ബിഫോർ ഓർ ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്. അപ്പോൾ അതിന് മുമ്പേ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ് ആണെങ്കിലും ശേഷം ഉണ്ടാക്കിയ ട്രസ്റ്റ് ആണെങ്കിലും ആ ട്രസ്റ്റിൻ്റെ എല്ലാ കാരണങ്ങളും ഇതിൻ്റെ പരിധിയിൽ വന്നാൽ മുനമ്പത്ത് ഒരു ട്രസ്റ്റാണ് ഇത് എഴുതി കൊടുത്തത്. ആ രീതിയിൽ ഒരു ചർച്ച ഇവിടെ ഇരിക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പറയുന്നത് എന്താ, ഇത് നടപ്പിലാക്കിയാലും മുനമ്പം പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം ഇതിന് ഇഴകീറി ഒരു ചർച്ച ഇവിടെ നടത്തിയിട്ടില്ല.
ഒന്നുകിൽ ബില്ലിനെ മുഴുവൻ അംഗീകരിക്കുക അല്ലെങ്കിൽ ബില്ലിനെ മുഴുവൻ തള്ളുക. അതല്ല KCBC പറഞ്ഞത്. KCBC പറഞ്ഞത് ഇത് പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞത് അവരുടെ വിഷയം പരിഹരിക്കണം എന്നാണ്. ആരുടെ? 3 വർഷമായി ഇവിടെ ഭരണമുന്നണി നോക്കി നിൽക്കുന്ന ആളുകളുടെ, 3 വർഷമായി പ്രതിപക്ഷത്തെ MP-മാരും അവിടെ ഉള്ള ആളുകളുടെ. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരോടാണോ പറയാൻ പറ്റുന്നത് അവരോട് പറയുകയാണ് ചെയ്തത്. അതല്ലാതെ അതിനകത്ത് വേറൊരു രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം സാഹചര്യങ്ങളനുസരിച്ച് മാറാം. അത് ഏത് സാഹചര്യം വരുമ്പോഴും അപ്പോൾ തീരുമാനങ്ങൾ വേറെ എടുക്കും. ഇപ്പോൾ പറയുന്നത് എന്താണ്? പാർലമെൻറ്റിൽ ആരാണോ ഇവിടെ നിന്ന് പോകുന്നത് അവരോട് പറയുകയാണ്, ഇത്തരം ക്ലോസുകൾ ഉപയോഗിച്ച് അവരെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളതിന് അനുകൂല നിലപാടെടുക്കണം. അത് പറയുമ്പോൾ BJP-ക്കാർ കാണാൻ വരുന്നത് എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കണം. ഇവിടെ KCBC പറഞ്ഞത് ഒരു മുന്നണിയോടും ആരെയും സുഖിപ്പിക്കാനോ ആരെയും എതിർക്കാനോ അല്ല, പറയാൻ ഇപ്പോൾ കഴിയുന്നത് പാർലമെൻറ്റിലെ MP-മാരോടാണ്, അവരോടാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം കേരളത്തിലെ ഭരണത്തിനും പറ്റും. വഖഫ് ആരുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് കേരളത്തിലെ മുന്നണിക്കും ഭരിക്കുന്ന മുന്നണിക്കും ഇക്കാര്യത്തിൽ നിലപാടുകൾ എടുക്കാം. ഞങ്ങൾ ഇറക്കി വിടില്ല എന്നൊക്കെ പറയുന്നത് അത് ഔദാര്യമൊന്നും വേണ്ട. 300A എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. നിങ്ങളെ ഇറക്കി വിടില്ല. ആരോടാ പറയുന്നത്? തീർവാങ്ങിയ ആളുകളോടാണ് പറയുന്നത്. അതൊന്നും ഇവിടെ വേണ്ട. അങ്ങനെ ഇറക്കി വിടാൻ പറ്റുകയില്ല. നിങ്ങൾ ആരും വിചാരിച്ചിട്ടും ആളുകൾ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുകയില്ല. അതിലുമുണ്ടല്ലോ ഒരു പോയിന്റ് സംസാരിച്ചത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമുണ്ട്. മുനമ്പം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷനെ അടക്കം ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടി നിയോഗിക്കുകയും അല്ല അതിപ്പോ നിയമത്തിന്റെ വഴികളിലല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. അത് നിയമത്തിന്റെ മുന്നിലാണ്. അല്ല നിങ്ങൾക്ക് ഹൈക്കോടതി എല്ലാം ഫാക്ട് ഫൈൻഡ് ചെയ്തല്ലേ, ഇനി എന്ത് പുതിയ ഫാക്ട് ഫൈൻഡ് ചെയ്യാനുള്ളത്? ഓൾറെഡി ഹൈക്കോടതിയിലെ അപ്പീലബിൾ അല്ലേ, സിംഗിൾ ബെഞ്ച് അല്ലേ, ഡിവിഷൻ ബെഞ്ചിലുണ്ടല്ലോ. ആ വിഷയം അതല്ല, നിയമവഴികളിലൂടെയല്ലേ പോകുള്ളൂ. ഇനിയിപ്പോ വഖഫ് ട്രസ്റ്റ് ഫറൂഖ് കോളേജ് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും സത്താർ സേട്ട് ബിക്കൊത്തി ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അപ്പോ അങ്ങനെ വരുമ്പോ അവിടെ വഖഫ് അത് നീണ്ട വിഷയമാണ്. മുനമ്പം പരിഹരിക്കാതെ ഈ വഖഫ് ബില്ലിനെ എതിർക്കുന്ന ഇന്ത്യ മുന്നണി തന്നെ കേരളത്തിൽ അത് ഏത് തരത്തിലാണ് BJP-യുടെ രാഷ്ട്രീയ നീക്കത്തെ പ്രതിരോധിക്കുക എന്നൊരു ചോദ്യമുണ്ട്. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു, കേരളത്തിലെ സമുദായ ഐക്യം തകർക്കുമോ വഖഫ് ഭേദഗതി ബില്ല് എന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗവും അല്ല എന്നാണ് പറയുന്നത്. 63% പ്രേക്ഷകരും അല്ല എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ എന്ന് 33%. ഏതായാലും JPC-യിലെ നിലപാട് തുടരുമെന്ന് ഇന്ത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ബില്ല് അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ, പാസ്സാക്കപ്പെടുകയാണെങ്കിൽ ഏത് നിലപാടിലേക്ക് കത്തോലിക്ക സഭ കടക്കും, അത് കേരളത്തിലെ കോൺഗ്രസിനെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ള വിഷയമൊക്കെ രാഷ്ട്രീയ കേരളം ഇനി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിരിക്കും. ഏതായാലും വളരെയധികം നന്ദി സമ്പത്ത്, റോണി കെ ബേബി, അഡ്വക്കേറ്റ് BN ഹസ്കർ, പ്രിൻറ്റു മഹാദേവ്, ഒപ്പം അഡ്വക്കേറ്റ് ഷെറി തോമസ് നമുക്കൊപ്പം ചേർന്നു. നമസ്കാരം.